ജപ്പാനിൽ ഒക്കിനാവ ദ്വീപിലെ ആളുകൾ 100-125 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നു. എങ്ങനെ? അപ്പോൾ അവർ ചെന്നിട്ട് ആ ദ്വീപിൽ ചെന്ന് പഠനങ്ങൾ നടത്തിയപ്പോൾ എടോ തൻ്റെ കഴിവ് ഇതല്ല, ഇതാണ്, താൻ അത് ചെയ്യും എന്ന് പറയുന്നതിലാണ്. അതൊരു മെൻറ്ററിങ് ആണ്. പക്ഷെ അത് അവർക്ക് ആ സമയത്ത് അതിൽ നിന്നും വിട്ടുപോകാനുള്ളൊരു ആളുകൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വെറുതെ ഇരിക്കുവാണ്. ഞാൻ NLP എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്കിൻ്റെ പഠനവും രണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എന്നെ ആളുകൾ അറിഞ്ഞ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്, പല ചാനലുകളിലും വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വളരെ സെലക്റ്റീവാണ്. എനിക്ക് സെലക്റ്റീവായിട്ടുള്ള ചാനലുകളിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. അതെൻ്റെ തീരുമാനമാണ്. ഇതാണ് റിസീവിങ് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളെ വിളിക്കുന്നു, അപ്പോൾ നമ്മൾ നോ പറഞ്ഞാലോ? അതേസമയം അവനിൽ ഉള്ളിലൊരു രത്നക്കല്ല് കിടപ്പുണ്ട്, അവിടെ വജ്രം കിടപ്പുണ്ട്. അതിനെ ഒന്ന് തേച്ച് മിനുക്കിയെടുത്ത് അവൻ പാട്ടുകാരനായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ നാഷണൽ ലെവൽ അവാർഡ് മേടിക്കുന്ന ഒരുത്തനായി മാറും. പലപ്പോഴും അറിയാത്തതെന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലെ കഴിവുകളെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ പാഷൻ അറിയുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാഷനാണ്. ഇവിടെ ഒരു 4 മണിക്കൂർ ഇനി ഇരിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതെൻ്റെ പാഷനാണ്. ഞാനതുകൊണ്ട് എനിക്ക് ക്ഷീണമോ കാര്യമോ ഒന്നും തോന്നില്ല, എനർജി കൂടുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ഇത് നമ്മളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക. ആ പാഷൻ ഇക്കിഗായി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, ആ ബുക്ക് എല്ലാവരും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഹെക്ടർ ഗ്രാസിയ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അതായത് അദ്ദേഹം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഒക്കിനാവ ദ്വീപിലെ ജപ്പാനിൽ ഒക്കിനാവ ദ്വീപിലെ ആളുകൾ 100-125 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നു. എങ്ങനെ? നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ അവർ ചെന്നിട്ട് ആ ദ്വീപിൽ ചെന്ന് പഠനങ്ങൾ നടത്തിയപ്പോൾ അവരുടെ ചര്യകൾ നോക്കി. അപ്പോൾ അതിൽ നിന്ന് അവസാനം ഒരു കൺക്ലൂഷനിലെത്തുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് വലിയൊരു പാഠമാണ് ഇത് കേൾക്കുന്നവർക്ക്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കഴിവ് എന്താണെന്ന് കണ്ടെത്തുക, അത് പാഷനാണോ എന്ന് നോക്കുക. അതായത് അത് എത്ര ചെയ്താലും നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ല എങ്കിൽ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഈ ലോകത്തിന് ഇത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, നല്ലൊരു ഗിറ്റാർ പ്ലെയറാണ് ഞാനെന്ന് വിചാരിക്കുക. എനിക്ക് നന്നായിട്ട് അസാധ്യമായിട്ട് ഗിറ്റാർ വായിക്കാൻ അറിയാം. ഞാനത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലും മാക്സിമം പഠിക്കുകയാണ്. അങ്ങനെ ഞാനൊരു ടോപ്പ് ഗിറ്റാറിസ്റ്റിൻ്റെ ലെവലിലുള്ള കഴിവുകൾ നേടിയെടുത്തു. ഈ ഗിറ്റാറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു സംഗീത സംവിധായകൻ്റെ കീഴിൽ ചെന്നാൽ അയാൾ എന്നെ അസിസ്റ്റൻ്റ് ആക്കിയാൽ എനിക്ക് പണമായി. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ പാട്ട് ലോകത്തിന് ആവശ്യമുണ്ടോ, അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പണം കിട്ടുന്നുണ്ടോ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി, നിങ്ങൾ വിജയിക്കും. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതായിരിക്കും അവൻ ഫിനാൻസ് കമ്പനിയിൽ കളക്ഷൻ ഏജൻ്റായിട്ട് നടക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും. എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, എടോ തൻ്റെ കഴിവ് ഇതല്ല, ഇതാണ്, താൻ അത് ചെയ്യും എന്ന് പറയുന്നതിലാണ്. അതൊരു മെൻറ്ററിങ് ആണ്. പക്ഷെ അത് അവർക്ക് ആ സമയത്ത് അതിൽ നിന്നും വിട്ടുപോകാനുള്ളൊരു എങ്ങനെയായിരിക്കും ജീവിതം. ഇപ്പോൾ സാറ് തന്നെ ഇതിനു മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു അനുഭവം. പണ്ട് ജോലികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ഇത് പഠിക്കാൻ വേണ്ടി പോയതും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ലല്ലോ. അപ്പോൾ ആ ഒരു മൊമെന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ്? പ്രകൃതി തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല, പ്രകൃതിക്കെല്ലാം വിട്ടുകൊടുക്കണ്ട. ഞാൻ പറയട്ടെ, ഇപ്പോൾ പ്രകൃതിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മലിനീകരണം അത് പ്രകൃതി ഉണ്ടാക്കുന്നതാണോ? മനുഷ്യനുണ്ടാക്കുന്നതല്ലേ? അപ്പോൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മളിത് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ കാർബൺ മോണോക്സൈഡും ഒക്കെ തള്ളിവിടുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് അയ്യോ എനിക്ക് ശുദ്ധവായു ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ നിയമമുണ്ട്. ഇപ്പോൾ സുനാമി വന്നോന്ന് പറഞ്ഞാൽ സുനാമി വന്നിരിക്കും. നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും സുനാമി അങ്ങ് മാറില്ല. അത് ഡെഫിനറ്റ് ആയിട്ട് നടക്കുന്ന ചില ലോസ് ആണ്. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. ഇപ്പം എൻ്റെ ബുക്കുണ്ട് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്തൊരു 80 കണക്കിന് ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോസ് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ 1000 ലോസ് വരെ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ പറയുന്നത് ദ തിയറി, ദ ലോ ഓഫ് ഫ്രീക്വൻസി, ദ ലോ ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് ലോ ഓഫ് വൈബ്രേഷൻ, ഇതിലാണ് എല്ലാ മനുഷ്യരും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളെ നിലനിർത്തുന്നതെങ്കിൽ ഈ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസിയിൽ ഞാൻ പറയുന്ന ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് അത് കൃത്യമായിട്ട് നടത്താനായിട്ട് നമുക്ക് വേണ്ടത് 4 × 21 ആണ്. 84 ദിവസമാണ്. ഓൾ ടുഗദർ നമ്മളൊരു 90 ദിവസം എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഒരു 3 മാസമെങ്കിലും താഴേക്കിടയിലുള്ള ഒരാൾ തൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഒരു 3 മാസമെങ്കിലും ക്ഷമ കാണിക്കണം. അല്ലാതെ ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനുള്ള ക്ഷമ എത്ര പേർക്കുണ്ടോ? ഇപ്പോൾ എൻ്റെ കോഴ്സ് ചെയ്തവരുണ്ട്. അന്ന് ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് 75-ലധികം ആൾക്കാരുണ്ടായിരുന്നു, 80 ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിൽ സക്സസ്ഫുൾ ആയത് ഒരു 10-15 വരെ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? അത് കൃത്യമായിട്ട് ഇത് നടത്തണ്ടേ. ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 മാസം അവർ മെൻറ്റർ ചെയ്യും. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരെ 4 സ്റ്റെപ്പ് പ്രോസസ്സ് അത് കടന്നു പോകണം.
ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് കടന്നു പോകുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ അവർക്ക് ചെയ്യേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആക്ടിവിറ്റീസ്, ഡെയിലി റൂട്ടീൻസ് സെറ്റ് ചെയ്ത് കൊടുക്കും. പ്ലസ് ഓരോ സ്റ്റെപ്പിനുമുള്ള ബ്രെയിൻ ഫ്രീക്വൻസി മ്യൂസിക് ഉണ്ട്. ബ്രെയിൻ ഫ്രീക്വൻസി വേറെ ഒന്നും വേണ്ട, അത് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ റീവയറിംഗ് ടെക്നിക്കാണ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ ഫ്യൂച്ചർ, യു ചേഞ്ച് ദ പ്രസൻറ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫോർഗെറ്റ് ഇറ്റ്. പാസ്റ്റ് കഴിഞ്ഞു പോയി, അതിനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അറ്റ് പ്രസൻറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, ഇന്നിപ്പം നല്ലൊരു കാര്യം ഞാൻ ചെയ്താൽ, ഇന്നിപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തു, ഫ്യൂച്ചറിൽ എനിക്ക് ആളുകൾ എന്നെ തേടി വരും. അതേസമയം ഞാനത് ചെയ്യുന്നില്ലെങ്കിലോ എൻ്റെ ഫ്യൂച്ചർ അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നതെന്നറിയോ, ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഒരു ജോലി പോയി, അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ചിലപ്പോൾ അവിടെ അടുത്ത ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ തന്നെ ഉദാഹരണം ഞാൻ പറയാം. കോവിഡ് വന്നു 2020 മാർച്ചോടുകൂടി. കോവിഡ് വന്നതോടുകൂടി എല്ലാം വീട്ടിലിരിക്കാൻ തുടങ്ങി. എനിവേ ഞാനും വീട്ടിൽ മാർച്ചിൽ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഞാൻ കുറേ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ നോക്കിയിട്ട് ആഹാ നല്ല ഭംഗി, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിരുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ മാർച്ച് ഏപ്രിൽ അവസാനമായപ്പോഴേക്കും എൻ്റെ മനസ്സ് എന്നെ വിളിച്ചുണർത്താൻ തുടങ്ങി. ഞാൻ വെളുപ്പിന് എണീക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഒരു വിളി. ഒരു 3:30-4 മണിയാകുമ്പോൾ എണീക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എഴുന്നേക്കുന്ന ഫോറേൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഞാൻ അതിൽ കുറച്ച് പ്രഭാഷണങ്ങൾ ഇടാൻ തുടങ്ങി. ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള മലയാളികളുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലേക്കൊക്കെ പോകും. അങ്ങനെ എന്നെക്കുറിച്ച് ആളുകൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഇരിക്കുവാണ്. ഞാൻ NLP എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തിട്ട്, അതുപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്കിൻ്റെ പഠനവും രണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തു. വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇതൊരു കോഴ്സാക്കി. ആ കോഴ്സാക്കി കഴിഞ്ഞപ്പോൾ ആളുകൾ ഇത് കേൾക്കാനായിട്ട് വന്നു. ആദ്യം ഞാൻ സാമ്പിൾ ഇട്ട് കൊടുക്കും, സാമ്പിൾ വെടിക്കെട്ടാണ്. അത് കണ്ടവരത് ഇഷ്ടപ്പെട്ടു വന്നു. 250 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലെവലിൽ എനിക്കൊരു 10-40 പേരെ കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ ഡിമാൻഡ് കൂടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് 500 രൂപയ്ക്ക്. അതിൻ്റെ അടുത്ത മാസം 500 രൂപ എന്നുള്ള നേരെ 1500 രൂപ വരെ അന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു തവണയാണ് എൻ്റെ എഫേർട്ട്. ആലോചിച്ച് നോക്കണം രാഹുൽ, നമ്മളവിടെ ലോജിക്കും ബുദ്ധി ഉപയോഗിച്ചു. ഞാൻ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അന്ന് ട്രെയിനേഴ്സ് എല്ലാം വെറുതെ കുത്തിയിരിക്കും. അന്ന് ഞാൻ ചാകരയാണ്. എനിക്ക് എങ്ങനെ ഉണ്ടാക്കി ഒരു ചേഞ്ച് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു. അടുത്ത ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ ഇനി ഓൺലൈനിലാണ് ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സൂം പർച്ചേസ് ചെയ്തു. ആദ്യം പർച്ചേസ് ചെയ്തിട്ടില്ല. ആദ്യം സൂമിൻ്റെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഉപയോഗിക്കും. അതിനുള്ളിൽ മെഡിറ്റേഷൻ നടത്തി പറഞ്ഞു വിടും. ഫ്രീ ആണ്. പക്ഷേ അന്ന് ആൾക്കാർക്ക് ഇത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ എൻ്റെ പാഷൻ എന്താ, ആൾക്കാർക്ക് നല്ല മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ആളുകൾക്ക് ആവശ്യമാണ്, ആളുകൾ പൈസയും തരുന്നുണ്ട്. അങ്ങനെ 1000 രൂപ വെച്ച് പേ ചെയ്ത 45 പേരുടെ ആദ്യത്തെ ഗ്രൂപ്പിൽ ഞാൻ ഇത് 3 മാസവും കൊടുത്തു. 3 മാസം 45 പേര് 45,000 രൂപ വെച്ച് തന്നപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ വന്നു? കോവിഡ് കാലത്ത് സംഭവിച്ച കാര്യമാണത്. കോവിഡ് കാലത്ത് ആരും ഒന്നും ചെയ്യാതിരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് മാത്രമല്ല, ഈ ക്ലബ്ബ് സൂമിലൂടെ 1000 പേരെ കാണുന്ന രീതിയിലുള്ള സ്പീച്ചസ് കൊടുക്കാനുള്ള അവസരം വന്നു. എന്നെ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. അയ്യോ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ഇയാൾ ഇതിൽ എക്സ്പെർട്ടാണല്ലോ. എൻ്റെ കോഴ്സ് പതുക്കെ 2-3 മാസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യണം. ഒരാൾ 5000 രൂപ വെച്ച് തന്ന എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഒരു കോഴ്സിന് 10-70 പേരാണ് ജോയിൻ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സിന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അന്ന് അത്രയും പേര് നമ്മളെ വിശ്വസിക്കാൻ കാരണം എന്താ, നമ്മളിട്ടൊരു എഫേർട്ടാണ്, നമ്മൾ കണ്ട ഓപ്പർച്യൂണിറ്റിയാണ്. അതേസമയം ഞാൻ ഓൺലൈനിലും പോകുന്നില്ല. അയ്യോ എൻ്റെ വിധിയാണ്, ഇത് പോക്കാണ്, ഇനി എന്ത് ചെയ്യാനാണ്, ലോകം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്, അമേരിക്ക പോലും ഇങ്ങനെയായി, ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഈ ഓണം കയറാൻ മൂലയിലിരിക്കുന്നത് ഞാനെന്ത് ചെയ്യാൻ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആവുമായിരുന്നു? ഇല്ല, ഒന്നും ആവില്ല. അപ്പോൾ അവിടെ എന്താണ്, നമ്മളിരുന്ന എഫേർട്ടുണ്ട്, നമ്മളിലൊരു വിശ്വാസമുണ്ട്, നമ്മിലേക്ക് ആൾക്കാർ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ വിനിയോഗിക്കുമ്പോൾ അത് ലോകത്തിന് ആവശ്യമാണെങ്കിൽ, നമുക്ക് പണവും കിട്ടുമെങ്കിൽ, നമ്മുടെ പാഷനാണ്, നമ്മളതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? പലപ്പോഴും ആളുകൾ സ്വന്തം ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്, എന്നിട്ട് വേറെ വല്ല പരിപാടിയും ചെയ്തുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞില്ലേ, കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് നടക്കുന്നവനുണ്ടാവും, നല്ല പാട്ടുകാരനായിരിക്കും, അവൻ്റെ ആ കഴിവ് വിനിയോഗിക്കാതെ ചിലപ്പോൾ ഒരു റിയാലിറ്റി ഷോയിലൂടെ ആയിരിക്കും അവൻ. ഇപ്പം ഞാനിവിടെ ബാക്ക് മീഡിയയിൽ വന്നു, പിന്നെ വേറെ പല മീഡിയാസിലും ഇതുപോലെ ഞാൻ പോയി. അപ്പോൾ എന്നെ ആളുകൾ അറിഞ്ഞ് ഇപ്പം വിളിക്കുന്നുണ്ട്, പല ചാനലുകളിലും വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വളരെ സെലക്റ്റീവാണ്. എനിക്ക് സെലക്റ്റീവായിട്ടുള്ള ചാനലുകൾ ഞാൻ ചെയ്യുന്നുള്ളൂ, അതെൻ്റെ തീരുമാനമാണ്. 2 ചാനലുകൾ റിജക്റ്റും ചെയ്യും. കാരണം എനിക്ക് എൻ്റേതായ റീസൺസ് ഉണ്ട്. കാരണം എൻ്റെ ഫീൽഡിലുള്ള സ്ഥലമല്ല അത്. എനിക്ക് പ്രേക്ഷകരുള്ള സ്ഥലത്തല്ലേ ഞാൻ പോയിട്ട് കാര്യമുള്ളൂ. അതായത്
ഷൂസും എല്ലാം ഉള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ വീണ്ടും ചെരുപ്പിൻ്റെ കച്ചവടം കൊണ്ട് ചെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെതായ പ്രേക്ഷകരും നമ്മളുടേതായ ഇൻട്രസ്റ്റ് ഉള്ള ഒരു എന്നോടത്ത് ഞാൻ ചെന്നിരുന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നോട് 24 എന്നെ വിളിച്ചു, 3 എപ്പിസോഡിൽ ഞാനുണ്ട്. അപ്പോൾ ആ 24 തമ്മിൽ പോയപ്പോൾ എൻ്റെ വീട്ടുകാരടക്കം പറഞ്ഞു തേച്ചൊട്ടിക്കും, വെറുതെ പോകണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ചിന്തിച്ചു, മെഡിറ്റേറ്റ് ചെയ്തു. എൻ്റെ ഒരു തീരുമാനം, ആര് തെറി വിളിച്ചാലും ശരി, എന്നിലൊരു കഴിവുണ്ട്, എന്നെ കണ്ടിട്ട് വരുന്നവർ വരട്ടെ. ഇപ്പം അത് ആദ്യത്തെ എപ്പിസോഡ് 1 മില്യൺ റീച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ എപ്പിസോഡ് 6 ലാക്ക് എബോവ് റീച്ച് കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ എപ്പിസോഡിന് 4 ലാക്സ് എബോവ് റീച്ച് കിട്ടിക്കഴിഞ്ഞു. ഇത്ര ആൾക്കാർ എന്നെ യൂട്യൂബിൽ മാത്രം കണ്ടു, ലൈവ് ചാനലിലൂടെ പോയപ്പോൾ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു കാണും. എനിക്കതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. എതിരെ ഇരിക്കുന്നവൻ എന്നെ തെറി വിളിച്ചാൽ എനിക്ക് തന്നെ കുഴപ്പം. പക്ഷേ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ അവിടെ കാണുന്നത്. പക്ഷേ ഇന്ന് അത് മാത്രം കണ്ടിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം തമ്മിൽ പോലെയുള്ളൊരു പരിപാടിയിൽ ചെന്നൊരു വ്യക്തിയാണ്, പ്രത്യേക നിസ്സാര വ്യക്തികളൊന്നും അവിടെ വിളിക്കില്ലല്ലോ എന്ന തോന്നലിൽ എൻ്റെ അടുത്ത് വരുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയുന്നു. അതെൻ്റെ ഇമേജ് കൂട്ടിയിട്ടേ ഉള്ളൂ. തെറി വിളിക്കുമ്പോൾ തെറി വിളിക്കട്ടെ, എനിക്ക് എന്നെ കുഴപ്പം. അവനോട് കിടന്ന് തെറി വിളിക്കും. പക്ഷേ എന്നെ കാണുന്നവൻ, എന്നെ കാണേണ്ടവൻ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവൻ എന്നെ കണ്ടിട്ട് വന്നോളും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ നമ്മളുടേതായ ഒരു എഫേർട്ട് അവിടെ ഇട്ടു. എനിക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാമായിരുന്നു. തെറിയാക്കാൻ പോയിരിക്കുന്നത് എന്തിനാണ്, നമ്മൾ നാണം കെടും എന്നും പറഞ്ഞ് പോകാതിരുന്നെങ്കിലോ. നമുക്ക് കിട്ടാനുള്ള അവസരമാണ് പോകുന്നത്, നമ്മളെ വിളിക്കുകയാണ്. അപ്പം എന്താ, ഞാൻ ഇതുപോലെ ഒരു മേജർ ചാനലിൽ ഒരു ഗസ്റ്റായിട്ട് പോകണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം തന്നെ നടന്നു. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ നോ പറഞ്ഞാലുള്ള അവസ്ഥ എന്നാലും ചെയ്യും. ഇതാണ് റിസീവിങ് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളെ വിളിക്കുന്നു, അപ്പോൾ നമ്മൾ നോ പറഞ്ഞാലോ. ചിലർക്ക് അങ്ങനെ പറ്റും. ഇങ്ങനെ വന്നിട്ട് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വന്നിട്ട് നമ്മിലേക്ക് വരേണ്ട മാനിഫെസ്റ്റേഷൻ എനർജി യൂട്ടേൺ എടുത്ത് തിരിച്ചു പോകും. പലപ്പോഴും സംഭവിക്കുന്നതാണ്. അവിടെയാണ് പലരുടെയും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തോ. ബ്രെയിൻ ഫ്രീക്വൻസീസ് ഉണ്ട്, 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഫ്രീക്വൻസി. 4 21 ദിവസം വെച്ച്. അപ്പോൾ 21 × 4 84 ദിവസം, ഓൾ ടുഗദർ 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ 3 മാസം. ആദ്യത്തെ 21 ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ബാക്കിയുള്ള 2 മാസങ്ങളിൽ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നു, മെൻറ്ററിങ്. ഇതിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജെങ്കിലും അവരിലേക്ക് വരാതിരിക്കില്ല. അതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് സിർദിയിൽ പോയിരുന്നു. സായിബാബയുടെ ഒരു കോള് വന്നിട്ട് പോയതാണ്. മോഹൻജിയെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിനോയ് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിളിച്ചാലേ അവിടെ എത്തുള്ളൂ, അല്ലാതെ ചുമ്മാ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന്. എനിവേ ഞാൻ പോയി വന്നു, അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണാം. അപ്പോൾ അന്ന് പോകുന്ന സമയത്ത് ഞാൻ ട്രെയിൻ ടിക്കറ്റ് വിളിച്ചപ്പോൾ എനിക്ക് ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ കിട്ടുന്നില്ല. കഴിഞ്ഞ മാസം അവസാനമാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കയ്യിൽ കാശുണ്ടോ, എനിക്ക് അടുത്ത ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പുണ്ട്, മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ തന്നെ booking.com ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വില കുറച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഏത് കിട്ടുമെന്ന് നോക്കിയിട്ട് ഞാൻ ബുക്ക് ചെയ്തു ടു ആൻഡ് ഫ്രോ. ഞാൻ സുഖമായിട്ട് പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാർമേഘങ്ങളും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള കൊച്ചിയിലേക്കുള്ള ഒരു ലേറ്റായി, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഞാൻ എത്തി. ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് യൂസ് ചെയ്യാതെ ഞാൻ പിശുക്ക് കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത്, ആ യാത്രയും ക്യാൻസലാവും. അതെ, എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ചിലവഴിക്കണ്ടേ. എൻ്റെ കാശുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വാഹനം എനിക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ ഞാൻ എടുക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചിട്ട് മരിച്ചിട്ട് തന്നെ കാര്യം. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്നത് തട്ടിക്കളയുന്ന ആൾക്കാരുണ്ട്. ഓപ്പർച്യൂണിറ്റി പലപ്പോഴും നമുക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നുമില്ലാതിരിക്കുന്നവനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അവൻ കണ്ണു തുറക്കുന്നില്ല. കണ്ണ് തുറന്നാലേ ഓപ്പർച്യൂണിറ്റി കാണുള്ളൂ പലതും. ഇപ്പം തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ രാഹുലിന് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്, മനസ്സിലായോ. അപ്പം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് പോകും. ഇപ്പം ഞാൻ ഈ ഒരു മീഡിയയിൽ വന്നു, ഇവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വലിയൊരു മീഡിയയിലേക്ക് ചാനലിലേക്ക് വന്നു, ഫ്ലവേഴ്സിലേക്ക്. അപ്പോൾ അതിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, എലിവേഷനാണ് അവിടെ ഉണ്ടായത് എൻ്റെ കരിയറിൽ. ഒരിക്കലും താഴോട്ടല്ല പോയത്. ഇനിയും അവിടെ നിന്ന് അങ്ങോട്ട് എലിവേഷനേ വരാൻ പാടുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യരുത്. അപ്പം ഞാൻ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഹീലിംഗ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ ഒരു ദിവസം 4 പേരെ എടുക്കുകയുള്ളൂ ഹീലിങ്ങിന്. 10 or 100 പേരൊന്നും എടുക്കാറില്ല. 4 പേര് മാത്രം, 4 or 5 പേര്. അത്യാവശ്യം ഒരാൾ പറഞ്ഞാൽ ഒരാളെയും കൂടി കയറ്റും, 5 പേര്. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആത്മാർത്ഥമായിട്ട് എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂർ 2.5-3 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. രാഹുൽ വരുമ്പോൾ രാഹുൽ മാത്രമേ എൻ്റെ റൂമിലുണ്ടാവുള്ളൂ, വേറെ ആളവിടെ കാത്തിരിപ്പ് ഉണ്ടാവില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് അതെല്ലാം എനിക്കറിയാം. ആളുകളുടെ എണ്ണം അങ്ങ് കൂട്ടും.
ആളുകളുടെ എണ്ണം കൂട്ടിയാൽ എന്താണ്, ഇച്ചിരി നമ്മുടെ ഫീസ് കുറച്ചാലും ആളുകളുടെ എണ്ണം കൂട്ടും. ഇപ്പോൾ പണ്ട് മാരുതി വിറ്റ പോലെ മാരുതി അംബാസഡറിനേക്കാളും വില കുറച്ച് വിറ്റു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 100 കാറാണ് അംബാസഡർ വെക്കണമെങ്കിൽ 150 കാറ് മാരുതിക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ വില കുറവാണ്. പക്ഷേ ഓൾ ടുഗദർ കിട്ടുന്ന എമൗണ്ട് എത്ര കൂടുതലാണ്. അതാണ് പലരും കാണുന്നത്. ആളുകളെ കൂട്ടും. ആളുകളെ കൂട്ടിയിട്ട് കാര്യമില്ല. ഹീലിംഗ് എന്ന് പറയുന്നത് ഡിവിനിറ്റിയിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആളുകളെ കൂട്ടുകയല്ല അവിടെ വേണ്ടത്. ചെയ്യുന്നത് ചുരുക്കം പേര് എടുക്കുക, മാന്യമായിട്ട് അവർക്ക് വേണ്ട അവസരം കൊടുക്കുക, സമയം കൊടുക്കുക, വിശദമായിട്ട് അവർ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക. എൻ്റെ രീതി അതാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാനല്ല, എൻ്റെ രീതി അതാണ്. മറ്റുള്ളവരെന്തും ചെയ്തോട്ടെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി.